നമ്മൾ വായന വാരാചരണത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഷെമീന ടീച്ചറിന്റെ അടുത്താണ്. ടീച്ചറിനെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാര്യം സ്ത്രീകളുടെ ഒരു എഴുത്തിന്റെ പ്രാധാന്യം, ഒരു എഴുത്തിന്റെയും വായനയുടെയും വഴിയില് പ്രാധാന്യം നമ്മുടെ സമൂഹത്തിൽ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, നമ്മള് കൊച്ചു പെൺകുട്ടികൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും അല്ലെങ്കിൽ എഴുതാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു വിദ്യാർത്ഥിനി കാലഘട്ടം കഴിയുമ്പോൾ നമുക്ക് പൊതുവെ കാണുന്ന ഒരു പ്രവണതയാണ് മറ്റ് കുടുംബജീവിതവും ഒക്കെ ആയിട്ടുള്ള തിരക്കുകൾക്കിടയിൽ എഴുത്തും വായനയും ഒക്കെ സ്ത്രീകൾ മറന്നു പോകുന്ന ഒരു പ്രവണത. അപ്പൊ അത് നമുക്ക് സമൂഹത്തിൽ നിന്ന് മാറ്റി ഒരുപാട് പേരെ എഴുത്തിന്റെയും വായനയുടെയും വഴിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ടീച്ചർ തീർച്ചയായിട്ടും ഒരു പ്രചോദനമാണ്. അപ്പൊ ആ അർത്ഥത്തില് ടീച്ചറിനെ ഒന്ന് പരിചയപ്പെടുത്തുക. നമുക്ക് എഴുത്തിന്റെയും വായനയുടെയും ഒക്കെ കൂടുതൽ വിശേഷങ്ങളും, അതുപോലെ തന്നെ ഒരു പുസ്തകത്തിന്റെ രചയിതാവാണ്, ഒരുപാട് കഥകളുടെയൊക്കെ രചയിതാവാണ്. ആ അർത്ഥത്തിലൊക്കെ നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. ശരി, എന്താന്ന് വെച്ചാല് നമുക്ക് സംസാരിക്കാം. അതായത് ഇപ്പൊ ഞാൻ എൻ്റെ വീട് വടുതലജെട്ടി ഷാരിബ മനസ്സിലെന്നാണ് വീട്ടുപേര്. അവിടെ കൊച്ചു മുഹമ്മദ് സുലൈഖ ദമ്പതികളുടെ മകളാണ്. അപ്പം ഞാൻ ചെറുപ്പം തുടങ്ങിയിൽ വായനയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര താല്പര്യമുണ്ടായി. അതായത് എൻ്റെ ഉമ്മ പേപ്പർ എല്ലാം സ്ഥിരം വായിക്കുന്ന ആളായിരുന്നു. അതുകൂടാതെ എന്ത് പുസ്തകം കിട്ടിയാലും വായിക്കും. അതിലെ ചെറിയ ചെറിയ കഥകളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ ഈ കഥകൾ കേട്ട് കേട്ട് അത് എങ്ങനെ ആ കഥകളുടെ സ്രോതസ് എവിടെയാണെന്ന് അറിയാനുള്ള ആഗ്രഹമായി. അപ്പോൾ ആ കഥകൾ അന്വേഷിച്ച് പോയപ്പോഴാണ് ചെറിയ ചെറിയ പുസ്തകങ്ങളോട് താല്പര്യം ഉണ്ടായി. അപ്പോൾ അത് വായിക്കാൻ വേണ്ടി ചെറിയ ക്ലാസ് തുടങ്ങി അത് അക്ഷരങ്ങൾ പിറക്കി പിറക്കി കൂട്ടി കൂട്ടി വായിച്ചെടുക്കാൻ തുടങ്ങി. അപ്പോൾ ഉമ്മ പിന്നെ കഥ ആവശ്യപ്പെടുമ്പോൾ പറയും തനിയെ ഇനി വായിച്ചെടുത്തോളാൻ പറയും. അങ്ങനെ പുസ്തകങ്ങൾ അന്വേഷിച്ചാണ് പിന്നെ അടുത്തുള്ള വീടുകളിൽ വളർത്തുന്ന ചെറിയ പുസ്തകങ്ങൾ, മലർവാടി, ബാലരമ അതെല്ലാം സംഘടിപ്പിച്ച് വായിക്കുമായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിലും പുസ്തകങ്ങൾ പാപ്പ വരുത്തി തരുമായിരുന്നു. അതുകൂടാതെ ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെ AKG വായനശാലയുള്ളത് അടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത്. അപ്പം ഞാൻ നോക്കുമ്പോൾ കുറേ ആൾക്കാരൊക്കെ രാവിലെ വന്നിരുന്ന് അവിടെ നിന്ന് പേപ്പറൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ പോയിരുന്ന് വായിച്ചാലാ എന്ന് തോന്നും. അപ്പം അങ്ങനെ പോകാൻ നമ്മൾ വീട്ടിൽ പറയും പെൺകുട്ടികൾക്ക് അങ്ങനെ പോകാൻ പാടില്ല, വീട്ടിലൊന്ന് വായിച്ചാൽ മതി എന്ന് പറഞ്ഞത് സങ്കടമായിട്ട് തീർന്ന്. എന്നാലും ഞാൻ പോയില്ലെങ്കിലും വീട്ടിൽ വായിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ലൈബ്രറി തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോഴും ഒരു ഉത്സാഹം തന്നെ. അപ്പോൾ കുറേ പുസ്തകങ്ങൾ കിട്ടുമല്ലോ, നമുക്ക് പഴയ എഴുത്തുകാരുടെയൊക്കെ പുസ്തകങ്ങളൊക്കെ കിട്ടുമല്ലോ എന്ന് കരുതി അങ്ങനെ അതിലേക്ക് അവിടെ ചെന്ന് മെമ്പർഷിപ്പൊക്കെ എടുത്ത് പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ചെറിയ ക്ലാസ് തുടങ്ങി. അതായത് കുട്ടികളോട് ഭയങ്കര ഇഷ്ടം, ചെറുപ്പം തുടങ്ങി കുട്ടികളോട് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ടീച്ചിങ്ങിനോടും ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായി. അപ്പോൾ അങ്ങനെ ചെറിയ ക്ലാസ് തുടങ്ങി ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. വെറുതെ തമാശക്ക് പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കണതാണ്. അപ്പോൾ അവർക്ക് വേണ്ടി പിന്നെ ട്യൂഷൻ്റെ ഇടയ്ക്ക് ഞാൻ അവർക്ക് വേണ്ടി പാട്ടൊക്കെ എഴുതി കൊടുക്കും. അത് കഴിഞ്ഞ് അവർക്ക് സ്കൂളിലെ കലോത്സവങ്ങൾക്കൊക്കെ പിള്ളേരിനോടൊന്ന് പറയും ഞങ്ങൾ നാടകത്തിനുണ്ട്, കഥാപ്രസംഗം കൊണ്ടുവരാം. അപ്പം ഞാൻ സ്ക്രിപ്റ്റൊക്കെ ഞാൻ എഴുതിത്തരാം. അങ്ങനെ നാടകം എഴുതും, കഥാപ്രസംഗം എഴുതും. അങ്ങനെ കുറേ കുട്ടികൾക്ക് കഥാപ്രസംഗത്തിന് പിന്നെ കലോത്സവങ്ങൾക്കൊക്കെ പ്രൈസും വാങ്ങിച്ചിട്ടുണ്ട് അവർ. അപ്പം എൻ്റെ ആദ്യത്തെ കഥാപ്രസംഗം പിന്നെ ഉണ്ണിമോൻ്റെ ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞ കഥ. അത് പറഞ്ഞ പോലെ രാത്രി വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ എഴുതാൻ തോന്നും, എഴുതുമായിരുന്നു നേരത്തെ ഇങ്ങനെ എഴുതി. അപ്പോൾ ആ സമയത്താണ് കിഴക്കിയതിൽ ഒരു കുട്ടി ഭയങ്കര കരച്ചിലേക്കായി രാത്രി 12 മണി സമയത്തൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ എഴുതണമായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് ഭയങ്കര കുട്ടി അപ്പം ഞാൻ ശ്രദ്ധിക്കേണ്ട ചെറിയ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. അപ്പം എന്താ അതിൻ്റെ അച്ഛൻ ഓട്ടോറിക്ഷ ആയിട്ട് വരുന്നത് ആ സമയത്താണ്, ഓട്ടോ ഓടിക്കുന്ന അച്ഛൻ. അപ്പം ആ സമയത്താണ് അച്ഛൻ വരുന്നത്. അപ്പം ഈ അച്ഛൻ വന്ന് കഴിയുമ്പോൾ ഈ കുട്ടീനെയും കൊണ്ടൊന്ന് കറങ്ങാൻ പോകണം വീട്ടിലേക്ക്. അപ്പം രാത്രിയൊക്കെ താമസിച്ചാൽ വരെ നടക്കൂല, എനിക്ക് അച്ഛൻ ഉറങ്ങണം മോനെ എന്ന് പറഞ്ഞ് പോയി. അപ്പം അതിൻ്റെ ബഹളമാണ് കേൾക്കണം. അപ്പം ഞാൻ അങ്ങനെ അതിൽ എഴുതി ഉണ്ണിമോൻ്റെ ഓട്ടോറിക്ഷ എന്നും പറഞ്ഞ് ഒരു അന്നേരം ഞാൻ പ്രീ ഡിഗ്രി സമയം അങ്ങനെ കുട്ടികൾക്ക് കഥാപ്രസംഗം പ്രൈസ് മേടിച്ചാണ്. ഒരു ബദീറ എന്ന് പറയുന്ന കുട്ടിയാണ്, നമ്മുടെ കാട്ടുപുറം പഠിച്ച ബദീറ. ഇപ്പൊ അതിന് കല്യാണം കഴിച്ച് പിള്ളേരൊക്കെ മറ്റത്തിൽ കാത്തു പഠിച്ച
അപ്പോൾ അവൾ അവിടെ പഠിക്കുമ്പോഴാണ് എനിക്കൊന്ന് പൈസ കിട്ടിയേക്കണത്. അപ്പോൾ എൻ്റെ അടുത്ത് ട്യൂഷൻ വരുമായിരുന്നു. അപ്പം അന്ന് അവിടെ അപ്പം ഇന്നാൾ വന്നിട്ട് വിളിച്ചപ്പോൾ പിന്നെ ഏതോ ആരോ പറഞ്ഞെന്ന് പറഞ്ഞു, നീ അന്ന് പറയണ ആ കഥ ഒന്നുകൂടെ ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചെന്ന്. സേഫ് ഡോക്ടർ ചോദിച്ചത്. അപ്പം എനിക്ക് ഷെമീത്താക്കൊക്കെ കിട്ടുമോ ആ കഥ ഒന്ന് എഴുതാൻ പറഞ്ഞു. ഇനിയിപ്പോൾ എഴുതാം, പക്ഷെ അതേപോലെ വരില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എഴുതുമായിരുന്നു. എഴുതിയത് പിന്നെ ഈ പറഞ്ഞ പോലെ കോളേജിലെ മാഗസിനിലൊക്കെ പ്രസിദ്ധീകരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഈ കുടുംബമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അവൾ ഒരു ബ്രേക്കപ്പ് വന്നു. ഉത്തരവാദിത്തങ്ങളിലേക്കൊക്കെ പോയപ്പോൾ എന്നാലും എനിക്ക് ഒരു ദിവസം പോലും ഒരു ലൈനെങ്കിലും എഴുതാതിരിക്കാൻ പറ്റില്ല. എപ്പോഴും എഴുതും. ഡയറി ആയിട്ടെങ്കിലും ഞാൻ എന്തെങ്കിലും എഴുതാതിരിക്കും. എൻ്റെ കൂടെ ഉണ്ടാകും ഡയറി. അപ്പോൾ എനിക്ക് ഹിന്ദി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഹിന്ദി എടുത്താൽ പഠിച്ചത്. അപ്പം ഞാൻ ഹിന്ദിയിലാണ് ഡയറി എഴുതുന്നത്. അപ്പോൾ അത് ആർക്കും മനസ്സിലാവില്ലല്ലോ എന്നുള്ള ഇതിൽ ഞാൻ ഹിന്ദിയിൽ ഡയറി ഇപ്പോഴും എഴുതാറുണ്ട്. വായനയും വളരെ പുസ്തകങ്ങളാണ് ഏറ്റവും വലിയ കൂട്ട്. പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. അങ്ങനെ മറ്റേ സ്കൂളിൽ അവിടെ ഉണ്ടായിരുന്നില്ല ലൈബ്രറി. അപ്പോൾ ഷാഹിദ ടീച്ചറുമായിട്ട് ചെറുതിഷ്ടമുള്ള പുസ്തകങ്ങൾ അവിടെ നിന്ന് എടുക്കുമായിരുന്നു. അങ്ങനെ പുസ്തകങ്ങൾ എവിടെ ലൈബ്രറി ഉണ്ടെന്ന് കേട്ടാൽ ആരുടെയാണ് എന്താണെന്ന് നോക്കില്ല എനിക്ക്. ഇപ്പൊ ഈ പബ്ലിക് ലൈബ്രറി വടുതലയിൽ വന്നില്ല. പക്ഷെ എനിക്ക് അതറിയില്ല അതിനെക്കുറിച്ച്. എവിടെയോ ഉണ്ടെന്നറിയാം, പക്ഷെ എനിക്ക് അറിയില്ല. ശരിക്കും അന്ന് ഞാൻ നമ്മുടെ പരിപാടിക്ക് വന്ന് അവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് അവിടെ കയറാനും ആ പുസ്തകങ്ങളൊന്ന് കാണാനും അറിയാനും സാധിച്ചില്ല. അപ്പൊ ഇനി ധൈര്യമായിട്ട് നമുക്ക് അവിടെ പോകാൻ പുസ്തകങ്ങൾ എടുക്കാം. അതെ, അങ്ങനെ. പിന്നെ ടീച്ചറുടെ ഈ കഥ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ശരിക്കും പെൺകുട്ടികളെയും സ്ത്രീകളെയും മെയിൻ കഥാപാത്രമാക്കി അവരുടെ പ്രശ്നങ്ങളാണ് ആ കഥകളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു റീസൺ എന്താണ്? എനിക്ക് ഇപ്പൊ അവതാരിക എഴുതിയതാണ്. ഒരു ആശംസിച്ച് ആരോ എന്നോട് ഇങ്ങനെ പറഞ്ഞവര് എന്നോട് പറഞ്ഞു ഇങ്ങനെയല്ല അവര് ആ അവതാരിക എഴുതിയാന്ന് തോന്നുന്നു ജിസാല്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ശരിയാണല്ലേ എന്ന് ഞാൻ ചിന്തിക്കുക. എന്താ ഞാൻ അങ്ങനെ വരുള്ളൂ, എന്താന്ന് എനിക്കറിയില്ല. പെൺകുട്ടികളെ സ്ത്രീകള് ഉയരണം. വെറുതെ ഇരിക്കുന്ന സ്ത്രീകളോടൊക്കെ ഞാൻ പറയും, ഇപ്പൊ അടുത്തുള്ള സുഹൃത്തുക്കളോടാണ് ഞാൻ പറയുന്നത്, വെറുതെ ഇരിക്കരുത്, സ്വന്തമായിട്ട് അത് പൈസ ഉണ്ടാക്കണം. നമ്മൾ എപ്പോഴും ആണുങ്ങളുടെ നേരെ കൈ നീട്ടാതെ നമ്മുടേതായ രീതിയിൽ നമ്മൾ ജീവിക്കണം. വെറുതെ സമയം കളയരുത്. അങ്ങനെ ഒരു സ്ത്രീകളെ ഉയരത്തിലെത്തണം, ഉന്നതിയിലെത്തിക്കണം എന്നുള്ള അതുപോലെ കുട്ടികളെയാണെങ്കിലും പെൺകുട്ടികളോട് അത് ആദ്യത്തെ ദില്ലിക്ക് പേര് ജ്യോതിർമയി ഞാൻ അന്ന് എഴുതിയ ഡൽഹിയിലെ സംഭവം ഉണ്ടായില്ലേ, നിർഭയം. ആ സമയത്ത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അന്ന് എഴുതിയ കഥയാണത്. അതാണ് ആ പേര് തന്നെ ഞാൻ കൊടുത്തതാണ്. ദില്ലിക്ക് പേര് ജ്യോതിർമയി എന്ന് കൊടുത്ത അതാണ്. പിന്നെ ഹിന്ദി ടച്ച് കണ്ടപ്പോ ഞാൻ ഓർത്തത് എന്താണ് പേരിന് ഹിന്ദി പേര്. അപ്പൊ പുസ്തകം പ്രസിദ്ധീകരിച്ച് അവർ പ്രസ്സിക്ക് എത്തിക്കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞ് ആദ്യം കൊഞ്ചം നഴ്സ് കഥ കൊടുക്കട്ടെ ഒന്നാം. ഞാൻ പറഞ്ഞു വേണ്ട, മറ്റത് കൊടുത്താൽ മതി. എന്താന്ന് വെച്ചാല് എനിക്ക് അതിനോട് അത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ നന്മ നിറഞ്ഞ ബലൂന് അതൊരു ചെറിയ ഒരു കുട്ടിക്കഥയാണത്. പിന്നെ കൊഞ്ചം നിലച്ച് കുഞ്ഞിക്കുരിശ് അത് ലാസ്റ്റ് അത് ഞാൻ മറ്റുള്ള കഥകളൊക്കെ നേരത്തെ കുറച്ച് തലയങ്കോപി സ്കൂളിൽ എഴുതിയിട്ടുള്ളതാണ്. മറ്റൊരു സ്കൂളിൽ എഴുതിയിട്ടുള്ളതാണ്. അവിടുത്തെ പൂമ്പൊടിയിലൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഥ ആ എല്ലാ കഥകളും ഞാൻ നന്മ നിറഞ്ഞ ബലൂന്ന് പ്രാവശ്യം ഇവരുടെ മെഹറിന്റെ സാരിക്കുട്ടി സ്കൂളിലേക്ക് വേണ്ടി എഴുതിയതായിരുന്നു. അങ്ങനെ അതൊക്കെ നേരത്തെ എഴുതി വെച്ചതാണ്. ഇത് ഞാൻ പുസ്തകം ഇറക്കണമെന്ന് എനിക്ക് പ്രസിദ്ധീകരിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആരോടും പറയില്ല. എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഒരേ ഒരു പുസ്തകം എനിക്ക് കൂടുതലൊന്നും വേണ്ട, ഒരു പുസ്തകം എനിക്ക് പ്രസിദ്ധീകരിക്കണം സ്വന്തമായിട്ടെന്നുള്ള ആഗ്രഹം ഉണ്ടായി. പക്ഷെ അത് ആരോട് പറയണേ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അതിന് കുറെ പൈസയൊക്കെ ചിലവുണ്ടാവോ അങ്ങനെയുള്ളത് കൊണ്ട് ഞാൻ പിന്നെ അവിടെ അത് കളവേണ്ടെന്ന് തന്നെ വെച്ചു. അപ്പോഴാണ് സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ കുറെ ഗ്രൂപ്പൊക്കെ, സാഹിത്യ ഗ്രൂപ്പ് ഉണ്ട്, അത് 2-3 ഗ്രൂപ്പിലുണ്ട് ഞാൻ. അപ്പൊ ഇതിൽ ആദ്യം പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അവരാണ് ഇങ്ങനെ എന്നെ വിളിച്ചിട്ട്, അപ്പൊ ഞാൻ ഉമ്രക്ക് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഉമ്രക്ക് പോകണം എന്നുള്ള പറഞ്ഞു. അപ്പൊ ഈ 2 ആഗ്രഹം, പുസ്തകം ഇറക്കണം, ഉമ്രക്ക് പോകണം. അപ്പൊ ഉമ്രക്ക് പോകാൻ റെഡിയായി നിൽക്കുന്ന സമയത്ത് 2-3 പ്രാവശ്യം അത് മാറിപ്പോയി, എന്തെങ്കിലൊക്കെ ആയിപ്പോയി.
അപ്പൊ ഇത് എല്ലാം ഓക്കെ ആയി പോകാൻ നിൽക്കുന്ന ആ ഡേറ്റൊക്കെ ആയി വന്നപ്പോഴാണ് ആവിയെന്ന് വിളിച്ചിട്ട് പറയുന്നത് ഞങ്ങൾ 101 പേര് ചേർന്ന് പുസ്തകം ഇറക്കണം. അപ്പൊ അധികം പൈസ വരില്ല, 101 പേര് ചേർന്ന് പുസ്തകം പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഷെമീനയുടെ പുസ്തകവും ഇറക്കാം, കഥകളൊക്കെ അയച്ചു തന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഉറപ്പ് പോവുകയാണല്ലോ, അപ്പൊ ഇപ്പൊ അതുകൊണ്ട് നടക്കില്ല, ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പോയിട്ട് അവര് പറഞ്ഞു ഞാൻ കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാന്ന് പറഞ്ഞു. ഞാൻ പോയിട്ട് വന്നു കഴിഞ്ഞ് ഞാൻ കഥകളെല്ലാം പഴയതൊക്കെ തപ്പിപ്പിടക്കി എടുത്തു കഴിയുമ്പോൾ തികയില്ല വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും അപ്പൊ കുഴപ്പമില്ല ഉള്ളത് നമുക്ക് പോവാന്ന് പറഞ്ഞു. അപ്പൊ കൊഞ്ചെന്ന് വെച്ചാൽ കുഞ്ഞിക്കുരിശ് ഞാൻ വേറെ എന്തിനോ വേണ്ടി എഴുതിയായിരുന്നു, പക്ഷെ അത്രയും ഇല്ലായിരുന്നു, വളരെ കുറച്ച് ചെറിയ കഥയായിട്ടായിരുന്നേ. അപ്പൊ ഞാനതോർത്ത് അത് കുറച്ച് വലുതാക്കി എടുക്കാമെന്ന് ഓർത്തു. അതിൽ എന്റെ കുറെ അനുഭവങ്ങളൊക്കെ ഉണ്ട്, മിക്കതെല്ലാം ഉണ്ട്, കുറേശ്ശെ നമ്മുടെ ടച്ച് ഉണ്ടാവുമല്ലോ നമ്മള്. അപ്പൊ ഞാനത് കുറച്ച് വലുതാക്കി എടുക്കാമെന്ന് ഓർത്ത് അങ്ങനെ അത് എഴുതാൻ തുടങ്ങിയിട്ട് തീരുമില്ല, എടുത്തെത്തിക്കാനും പറ്റാത്തൊരു കണ്ടീഷനായി. ലാസ്റ്റ് ഞാൻ മോള് വായിക്കുക, അവളോട് അറിയാൻ മതിയാക്കി ഇതോട്ട് അവസാനിപ്പിച്ചാൽ കഥയും. അപ്പോൾ എല്ലാം വെച്ച് അതൊരു സുഖമായില്ല അവസാനിച്ചത്, ഇനി എഴുത്, ശരിയാവും ഇനി എഴുതെന്ന് പറയും. അങ്ങനെ ഞാൻ 2-3 രാത്രി ഞാനിപ്പോൾ ഉറക്കം നിന്നാണ് അത് പിന്നെ അത് കംപ്ലീറ്റ് ആക്കിയത്. അത് അത്രയും വലുതായി കംപ്ലീറ്റ് ആക്കി എടുത്തു ആ കഥ. അങ്ങനെ സപ്പോർട്ടുണ്ട്. ഇവരൊക്കെ ചെറുതായിരിക്കുമ്പോ നമുക്ക് വീട്ടിലെ കാര്യങ്ങളുടെ ഇടയിൽ നടക്കില്ലാത്തൊരവസ്ഥ വരും. ഞങ്ങളെ അപ്പുറത്തെ വീട്ടിലായിരുന്നു. അപ്പൊ കുഞ്ഞുമക്കളാണല്ലോ, വേറെ ആരും നോക്കാനും ഇല്ലായിരുന്നു. ഇപ്പൊ മൂത്തോളം വിലയിൽ ആദ്യം പ്രായ വ്യത്യാസമില്ല, അതൊക്കെ ഭയങ്കര ഇതായിരുന്നു. എന്നാലും ഞാൻ അന്ന് ട്യൂഷൻ എടുക്കുമായിരുന്നു. ട്യൂഷൻ ഞാൻ ഇട്ടിട്ടില്ല, എന്താ വെച്ചാൽ എനിക്ക് ഈ പുസ്തകങ്ങളോടുള്ള ഇഷ്ടം, അതായത് പേനയും ബുക്കും കൈവിട്ടിട്ട് എനിക്കൊരു കാര്യമില്ല. അത് ഒരു ദിവസം പോലും എനിക്ക് എടുക്കാതിരിക്കാൻ. കാരണം ഞാൻ ഓർക്കും ട്യൂഷൻ നിർത്തിയാൽ കൂടുതൽ ബുദ്ധിമുട്ടും ഉത്തരവാദിത്തങ്ങളും, അതായത് സമയമൊക്കെ തികയാതെ വരുമ്പോൾ ഓർക്കും ട്യൂഷൻ നിർത്താമെന്ന്. പക്ഷെ അപ്പോഴും ഓർക്കും ശരിയാവില്ല, എനിക്ക് അതില്ലെങ്കിൽ പറ്റൂല. പിന്നെ ആ കുഞ്ഞുങ്ങളോടും കൂടി കുറച്ചു നേരം ഇരിക്കുമ്പോൾ എനിക്ക് ഒരു ജോലിക്ക് പോകണമെന്ന് എനിക്ക് താല്പര്യമില്ല. എന്താണെന്ന് വെച്ചാൽ അപ്പം ഞാൻ ഓർക്കും എല്ലാം കൂടി നടക്കൂലല്ലോ വീട്ടിലെ കാര്യങ്ങളൊക്കെ. ഇതാകുമ്പോൾ കുറച്ചു നേരം ആ പിള്ളേരോട് കൂടി സഹകരിച്ച് വയ്ക്കാമല്ലോ. അങ്ങനെ ട്യൂഷൻ എടുക്കും. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് കുറേ കൂടി വായിക്കാനുള്ള ആ പുസ്തകങ്ങളൊക്കെ വായിക്കാനുള്ള അവസരം കിട്ടും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഒരു എഴുത്തുകാരി എന്ന നിലയിൽ ഏറ്റവും അധികം സ്വാധീനിച്ചിരിക്കുന്നത് ജീവിതാനുഭവങ്ങൾ തന്നെയാണ്. എങ്കിൽ പോലും ഒരു മനസ്സിലൊരു പ്രിയപ്പെട്ട എഴുത്തുകാരനുണ്ടാവും, അല്ലെങ്കിൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മേഖല ഉണ്ടാവും അല്ലേ? എഴുത്തുകാരിയോടൊപ്പം തന്നെ നല്ലൊരു വായനക്കാരി കൂടി ആയതുകൊണ്ട് അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാം. പ്രിയപ്പെട്ട എഴുത്തുകാരൻ എന്നാൽ ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റേ അദ്വൈതി ധർമ്മജന്റെ രാത്രി 12 മണിക്ക് ശേഷം എന്ന പുസ്തകമാണ്. അത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, തിരക്കുകൾ കൊണ്ട്. അല്ലെങ്കിൽ അത് ഞാൻ ഒറ്റയടിക്ക് വായിച്ചിട്ട് അത് എഴുന്നേറ്റ് പോകുള്ളൂ. എന്ന് വെച്ചാൽ അത്ര നല്ല നോവലാണത്, നല്ല ഒഴുക്കോട് കൂടിയാണ് അത് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അത് നല്ലൊരു ബുക്കാണ്. പിന്നെ ബെന്യാമിൻ്റെ ആടുജീവിതം വായിച്ചാണ്. അത് വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വായിക്കാൻ തോന്നണില്ല. എന്താ വെച്ചാൽ അത് എന്തോ ഒരു മനസ്സിന് ഭയങ്കര ഒരു പേടിയോ വിഷമോ എന്തൊക്കെയോ ഒരു ഫീലാണ് അത് വായിച്ചു കഴിഞ്ഞപ്പോൾ. അതുകൊണ്ട് ആ സിനിമ വന്നെങ്കിലും എനിക്ക് തോന്നുന്നത് സിനിമ കണ്ടാൽ അത്രയും തോന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വായിക്കുന്ന അത്രയും ഒരു ഇത് നമുക്ക് തോന്നുന്നില്ല മനസ്സിൽ. നല്ല പുസ്തകമാണത്. പിന്നെ മാധവിക്കുട്ടി ഇഷ്ടപ്പെട്ട കഥാകാരിയാണ്, എഴുത്തുകാരിയാണ്. മാധവിക്കുട്ടിയുടെ എഴുത്തെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും സ്വാധീനിച്ചത് അവരുടെ തുറന്നെഴുത്താണ്. എന്ത് കാര്യങ്ങളും തുറന്നെഴുതുന്ന ആ ഒരു മനോഭാവം അത് എനിക്കില്ല. എഴുതണമെന്ന് പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, പക്ഷെ എവിടെയൊക്കെയോ എന്തോ ഒരു ബുദ്ധിമുട്ട്, പരിമിതികളുണ്ടല്ലോ. അതുകൊണ്ട് പക്ഷെ മാധവിക്കുട്ടി അങ്ങനെ ചിന്തിക്കാറില്ല, തുറന്നെഴുതാറുണ്ട്. അത് എനിക്ക് വളരെയധികം എന്നെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ടീച്ചറിന്റെ ഒരുപാട് അനുഭവങ്ങൾ തീർച്ചയായിട്ടും വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും എഴുതാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ വലിയൊരു സന്ദേശമാണ്. ഇനി കൂടി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വായനാദിനവുമായി ബന്ധപ്പെട്ടൊരു സന്ദേശം. വായനാദിനവുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പം തുടങ്ങി കുട്ടികളെ വായിക്കാൻ പ്രേരിപ്പിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മൾ എന്താണ് ചെയ്യണം അത് കണ്ടാണ് കുട്ടികൾ ചെറുപ്പം തുടങ്ങി വളരണത്. നമ്മൾ വീട്ടിൽ പുസ്തകം ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ഫോണിലാണ് അല്ലേ? എല്ലാവരുടെയും ഫോണായിരിക്കും. ഇത് കുട്ടികളോട് സംസാരിക്കാനോ മിണ്ടാനോ ലാളിക്കാനോ പോലും ആർക്കും നേരമില്ല.
ഇത്തിരി സമയം കിട്ടി അപ്പം എടുക്കാം, നമ്മുടെ കയ്യിലെടുക്കുന്നത് ഫോണാണ്. അപ്പോൾ ഈ കുട്ടികളും ഇതിലേക്കാണ് ആകർഷകരായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് മാറ്റിയിട്ട് നമ്മൾ മുതിർന്നവർ ആ പുസ്തകം രാവിലെ ന്യൂസ് പേപ്പർ വായിക്കുന്നതാ അങ്ങനെ എന്തെങ്കിലും അത് പിള്ളേർ കണ്ടു വളരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പിള്ളേരും നമ്മുടെ മക്കളും അത് വായനയിലേക്ക് വരികയും അവർ ഈ വിശാലമായ ലോകത്ത് എന്താണെന്ന് അവർ വായനയിലൂടെ അറിയുകയും ചെയ്യും. അവരും പതിയെ എഴുതാനും തുടങ്ങും. നല്ലൊരു സ്വഭാവ രൂപീകരണത്തിനും അത് വളരെ അത്യാവശ്യമാണ് വായന എന്ന് പറയുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ കൂടെ ഇത്രയും നേരം അനുഭവങ്ങൾ പങ്കുവച്ചത് നമ്മുടെ നാട്ടിലെ തന്നെ ഒരു കഥാകാരിയായ ഈയിടെ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. എപ്പോഴായിരുന്നു പ്രസിദ്ധീകരിച്ചത്? ജനുവരിയിലായിരുന്നു. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ കഥാകാരിയാണ് ഷെമീന ടീച്ചർ. ടീച്ചർ ഇത്രയും നേരം ഞങ്ങളോട് അനുഭവങ്ങൾ പങ്കുവച്ചതിന് ജമാഅത്തെ ഇസ്ലാമി ചേർത്തല ഏരിയ വനിതാ വിഭാഗത്തിൻ്റെ പ്രത്യേകം നന്ദി.